അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. അള്ളാഹുവിലുള്ള അവരുടെ ഉറച്ച വിശ്വാസം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതായിരുന്നു അവർ കൊല്ലപ്പെടാനുള്ള കാരണം. ശത്രുക്കളുടെ പീഡനത്തിൽ നിന്നും രക്ഷ നേടാനായി അമ്മാർ റളിയല്ലാഹു അൻഹു അവരുടെ ദൈവങ്ങളെ സ്തുതിക്കാൻ തയ്യാറായി. അവരുടെ ദൈവത്തെ സ്തുതിച്ചതിനു ശേഷം മാത്രമാണ് ശത്രുക്കൾ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയത്. അവിടെ നിന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു നേരെ പോയത് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്കാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ അദ്ദേഹം പ്രവാചകന്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം കരഞ്ഞത് തൻ്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ച ദാരുണാന്ത്യം ഓർത്തിട്ടോ അല്ലെങ്കിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ ഓർത്തിട്ടോ അല്ലായിരുന്നു. മറിച്ച് തനിക്ക് അവരുടെ ദൈവത്തെ സ്തുതിക്കേണ്ടി വന്നല്ലോ എന്നോർത്തായിരുന്നു. വലിയ സഹതാപത്തോടുകൂടി പ്രവാചകൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് വിഷമം സഹിക്കാൻ കഴിയാതെ തേങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ ദൈവത്തെ സ്തുതിക്കേണ്ടി വന്ന തൻ്റെ തെറ്റിനെക്കുറിച്ച് അദ്ദേഹം പ്രവാചകനോട് ക്ഷമ ചോദിച്ചു. വലിയ കാരുണ്യത്തോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും പ്രവാചകനോടുള്ള അതിയായ സ്നേഹവുമാണുള്ളത്. മക്കയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ നിർണായകമായിക്കൊണ്ടിരുന്നു. ശത്രുക്കളെ അതിജീവിക്കാൻ മക്കയിലെ മുസ്ലിങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിരുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ തൻ്റെ അനുയായികളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യശ്രബിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം യശ്രബിലേക്ക് കുടിയേറിയവരിൽ ഒരാളായിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹു. പിന്നീട് പ്രവാചകനും യശ്രബിലേക്ക് പോവുകയും അവരോടൊപ്പം ചേരുകയും ചെയ്തു. യശ്രബിലുള്ള സഹോദരന്മാരോടൊപ്പം അവർ അവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. മുസ്ലിങ്ങളുടെ ആരാധനയ്ക്കായി യശ്രബിൽ ഒരു പള്ളി നിർമ്മിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചു. ഈ വാർത്ത വലിയ ആവേശത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത്. അവർ പള്ളി പണിയാൻ തുടങ്ങി. പള്ളി പണിയാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്തു. കുറച്ചു പേർ മണ്ണ് നീക്കി, കുറച്ചുപേർ ഇഷ്ടികയുണ്ടാക്കി, മറ്റു ചിലർ ഇഷ്ടിക ഉപയോഗിച്ച് ചുമരുകൾ നിർമ്മിച്ചു. എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജോലി ചെയ്തു. പള്ളി നിർമ്മിക്കുന്നതിനായി പ്രവാചകനും തൻ്റെ കൂട്ടാളികളോടൊപ്പം പ്രവർത്തിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹുവിന് മറ്റാളുകളെക്കാൾ ആവേശം കൂടുതലായിരുന്നു. പള്ളി പണിയാൻ മറ്റുള്ളവരെക്കാൾ അധികം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. എപ്പോഴും ജോലി ചെയ്യുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എപ്പോഴും പൊടിയും അഴുക്കുമുണ്ടായിരുന്നു. എല്ലാവരും ഒരു സമയം ഒരു ഇഷ്ടിക ചുമക്കുമ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് 2 ഇഷ്ടിക ചുമന്നിരുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശവും കഠിനാധ്വാനവും പ്രവാചകൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട പ്രവാചകൻ വളരെ അനുകമ്പയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവർക്കും ഒരു പ്രതിഫലം ലഭിക്കുമ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിന് 2 പ്രതിഫലം ലഭിക്കും. പള്ളിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് അദ്ദേഹം എപ്പോഴും പറയും, നിർമ്മാണത്തിൽ ഏർപ്പെടാതെ അത് നോക്കി നിൽക്കുന്നവരെക്കാൾ എത്രയോ ഉത്തമന്മാരാണ് കഠിനാധ്വാനം കൊണ്ട് വസ്ത്രം മുഷിഞ്ഞവർ. ചില ആളുകൾ വസ്ത്രത്തിൽ അഴുക്കാകാതെ മാറി നിന്നിരുന്നു. അവർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നീരസമുണ്ടാക്കി. ആ കൂട്ടത്തിൽ നിന്നൊരാൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മുഖത്തടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. അദ്ദേഹം ആ അനുയായിയുടെ മുഖത്തേക്ക് നോക്കി, എന്നാൽ ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ വളരെയധികം വിഷമത്തോടെ പ്രവാചകൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകന്റെ പ്രിയപ്പെട്ടവനാണെന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനാണെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള അഴുക്ക് പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് തുടച്ചു നീക്കി. പ്രവാചകൻ എത്രമാത്രം ദയാലുവാണെന്ന് ആ നിമിഷം അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ പണവും മറ്റു വസ്തുക്കളും മോഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിങ്ങളെ നേരിടാൻ ശത്രുക്കൾ ഒരു സൈന്യത്തെ തയ്യാറാക്കിയിരുന്നു. ഈ വാർത്ത അറിയാനിടയായ പ്രവാചകൻ പെട്ടെന്ന് തന്നെ തൻ്റെ അനുയായികളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി.
ഒരു യുദ്ധം നടത്താൻ പ്രവാചകന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ആ യോഗത്തിനു ശേഷം മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ പ്രവാചകൻ ശത്രുക്കളെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ശത്രുക്കളുടെ ക്യാമ്പിലേക്ക് പോകാൻ ആരും തയ്യാറായില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു തയ്യാറാണെങ്കിൽ അദ്ദേഹത്തോട് പോകാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ധീരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് സമ്മതിച്ചു. അദ്ദേഹം ശത്രുക്കളുടെ ക്യാമ്പിലെത്തി. വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അതിൻ്റെ ചുറ്റും നടന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മടങ്ങിയെത്തുകയും എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്തു. ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും അമ്മാർ റളിയല്ലാഹു അൻഹു ശേഖരിച്ചു കൊണ്ടുവന്നതിൽ പ്രവാചകൻ ഏറെ സന്തോഷിച്ചു. അങ്ങനെ റമളാൻ 17 രാവിലെ ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെയും പ്രസിദ്ധവുമായ ബദർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം വിജയകരമായി നയിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങൾ ഈ പോരാട്ടത്തിൽ വിജയിച്ചു. ഹസ്രത്ത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഏറെ പ്രശംസിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ തല മുതൽ പാദം വരെ അള്ളാഹുവിനോടുള്ള വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹു സത്യത്തോടൊപ്പവും സത്യം അമ്മാർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പവുമാണ്. അദ്ദേഹം എവിടെ പോയാലും സത്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. എൻ്റെ കണ്ണും മൂക്കും പോലെ അമ്മാർ റളിയല്ലാഹു അൻഹു എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കുന്നു. എങ്കിലും എതിരാളികളാൽ അദ്ദേഹം കൊല്ലപ്പെടും. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വിശ്വസ്തവും സത്യസന്ധരുമായ അനുയായികളിൽ ഒരാളായിരുന്ന ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പം എപ്പോഴും കാണുമായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്കും മനുഷ്യ സമൂഹത്തിനും വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പ്രവാചകനെ ഓർത്ത് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയായി വന്നപ്പോൾ ഇറാഖ്, കൂഫ എന്നിവിടങ്ങളിലെ ഭരണം അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. കൂഫയിൽ ദൈവ നിയമം അനുസരിച്ച് അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ നീതിനിഷ്ഠയിലും കാരുണ്യത്തിലും താഴ്മയുള്ള പെരുമാറ്റത്തിലും ജനങ്ങൾ സന്തുഷ്ടരായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതുപോലെ ഹസ്രത്ത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു 96-ാം വയസ്സിൽ യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ കയ്യാൽ ഷഹീദായി. മാഷാ അല്ലാ, വളരെ നല്ല കഥയായിരുന്നു അത്. നീ എന്താണ് ആലോചിക്കുന്നത്? തൻ്റെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും അധികം അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു.